ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ് മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു സാലിസ് മൂന്നാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മന്നാമ ഫല്യതവല്ല. മന്നാമ ഫല്യതവല്ല. ആരെങ്കിലും ഉറങ്ങിയാൽ അവൻ വുളൂ ചെയ്യട്ടെ. ഉറങ്ങിപ്പോയാൽ വുളൂ നഷ്ടപ്പെടും. അതിനെക്കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠഭാഗം വായിക്കാം, മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠം വായിക്കുന്നതിന് മുമ്പ് നമുക്കവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാദ്യം വായിക്കാം. എന്താണ്? നീ വുളൂ ചെയ്തോ? മസ്ജിദിൽ കയറിയ ഷാക്കിറിനോട് ഉപ്പ ചോദിച്ചു. ഞാൻ വീട്ടിൽ വെച്ച് വുളൂ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നീ മൂത്രമൊഴിച്ചില്ലേ? മൂത്രമൊഴിച്ചാൽ വുളൂ നഷ്ടപ്പെടുമോ? അതെ, ഉപ്പ പറഞ്ഞു. ഷാക്കിർ വുളൂ ചെയ്തു, ജമാഅത്തായി നിസ്കരിച്ചു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പയും മകനുള്ള ഒരു സംസാരമാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എന്താണ്? ഏതൊക്കെയാണ് വുളൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ? ഷാക്കിർ ചോദിച്ചു. ഉപ്പ: വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4ആണ്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4ആണ്. 1. വിസർജന ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക. വിസർജന ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക. അതായത് നമ്മൾ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ വുളൂ മുറിയും. വുളൂ ചെയ്തതിന് ശേഷം ഇവ എന്തെങ്കിലും ചെയ്താൽ നമ്മളുടെ വുളൂ മുറിയും. മനസ്സിലാക്കുക. അടുത്തത് രണ്ടാമത്തത് എന്താണ്? ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക. എന്നാൽ ഇരിപ്പിടം ഉറപ്പിച്ച് ഇരുന്നുള്ള ഉറക്കം കൊണ്ടും തൂങ്ങി ഉറക്കം കൊണ്ടും വുളൂ നഷ്ടപ്പെടുകയില്ല. ഇവിടെ എന്താ പറയുന്നത്? ഒരാൾ വുളൂ എടുത്തു, ഉറങ്ങിപ്പോയി. വുളൂ എടുത്തതിന് ശേഷം ബോധക്ഷയം ഉണ്ടായി, അയാൾക്ക് ഭ്രാന്ത്, അങ്ങനത്തെ അവസ്ഥ വന്നു. അപ്പം എന്താണ്? അവിടെ ബുദ്ധിൻ്റെ വിവേകം പോയി. അപ്പോൾ അവരെ വുളൂ നഷ്ടപ്പെടും. അവർ ഉറങ്ങിയ ഒരാളാണെങ്കിൽ ഉണർന്നതിന് ശേഷം വുളൂ എടുത്ത് വേണം നിസ്കരിക്കാൻ. ബോധം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ ഒരാൾ വുളൂ എടുത്തതിന് ശേഷം വേണം നിസ്കരിക്കാൻ. അതുപോലെ തന്നെ ഭ്രാന്ത്. അപ്പോൾ മനസ്സിലാക്കുക. ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെട്ടാൽ വുളൂ മുറിയും. എന്നാൽ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്നുള്ള ഉറക്കം കൊണ്ടും തൂങ്ങി ഉറക്കം കൊണ്ടും വുളൂ നഷ്ടപ്പെടുകയില്ല. എന്നാൽ ഒരാൾ വുളൂ എടുത്തതിന് ശേഷം ബാങ്ക് പ്രതീക്ഷിച്ച് നിസ്കാരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ അയാൾ ആ ഇരുത്തത്തിൽ തൂങ്ങി ഉറക്കം വന്നു, ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുള്ള തൂങ്ങി ഉറക്കമാണ്. അപ്പോൾ അവരുടെ വുളൂ നഷ്ടപ്പെടുകയില്ല. എന്നാൽ അവർ വുളൂ എടുത്ത് വന്ന് ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ ഏതായാലും കുറച്ച് കിടക്കട്ടെ എന്ന് കരുതി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയാൽ അവർ വുളൂ വീണ്ടും എടുത്തു വേണം നിസ്കരിക്കാൻ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇരിപ്പിടം ഉറപ്പിച്ചുള്ള തൂങ്ങി ഉറക്കം കൊണ്ട് വുളൂ നഷ്ടപ്പെടുകയില്ല. മനസ്സിലാക്കാം. അടുത്തത് മുൻകൈയിൻ്റെ വെള്ള ഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊടുക. മുൻകൈയിൻ്റെ വെള്ള ഭാഗം കൊണ്ട്, ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊടുക. അപ്പോൾ ഗുഹ്യസ്ഥാനം തൊടുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതാ 4ാമത്തത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. മുടി, പല്ല്, നഖം തുടങ്ങിയവ തൊട്ടാൽ വുളൂ നഷ്ടപ്പെടുകയില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാലാണ് വുളൂ മുറിയുക. നമ്മൾ വുളൂ എടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മളെ അടുത്ത് കൂടെ വുളൂ മുറിയുന്ന ബന്ധമുള്ള ഒരാൾ പോയി. അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ മേലെ കൂടെ തമ്മിൽ തട്ടി, അപ്പോൾ വുളൂ നഷ്ടപ്പെടുകയില്ല. തൊലി തമ്മിലാണ്, നേർക്ക് നേരെ, കയ്യും കാലും അങ്ങനെയൊക്കെ തൊലി തമ്മിൽ ചേർന്നാലാണ് വുളൂ നഷ്ടപ്പെടുക. ശ്രദ്ധിക്കുക. പിന്നെ മുടി, പല്ല്, നഖം തുടങ്ങിയവ തൊട്ടാൽ വുളൂ നഷ്ടപ്പെടുകയില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. പിന്നെ ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി വീട്ടിൽ കയറി. അങ്ങനെ ഉപ്പയും മകനും പള്ളിയിൽ നിന്ന് പോകുന്ന വഴിയിലുള്ള സംസാരമാണത്.
അങ്ങനെ അവർ ദിക്ർ ചൊല്ലി വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റും മനസ്സിലാക്കി പഠിക്കാം. ഒലോ മുറിയുന്ന കാര്യങ്ങൾ 4 4 നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഒലോ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക എന്ന് പറഞ്ഞ ചോദ്യം വരാം. ഒലോ മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ വിശദീകരിക്കുക. പരീക്ഷയ്ക്ക് അവസാനം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എഴുതാൻ വരും. അപ്പോൾ ഈ 4 എഴുതണം, മനസ്സിലാക്കുക. പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മുൻകൈയിൻ്റെ വെള്ള ഭാഗം കൊണ്ട് ഡാഷ് തൊടുക. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഫർജ് തൊടുക എന്ന് അവിടെ എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ ഇത് നന്നായി പഠിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള ദിക്ർ പഠിക്കുക. ലാ സ്വലാത്ത ലിമൻ ലാ ഒലു അലഹു. ഒലു ഇല്ലാത്തവന് നിസ്കാരമില്ല. അർത്ഥം എഴുതാൻ വരും, മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഇവിടെ താഴെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ദഫ്തർ തോലിബ് നോക്കി നമുക്ക് തദ്രിബാത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ തദ്രിബാത്തിൽ ആദ്യം നുക്കുമിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അന്യ ഡാഷ് പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാരുടെ. അപ്പോൾ അവിടെ പാഠത്തിൽ നമ്മൾ അടയാളപ്പെടുത്തി വെക്കാം അന്യ സ്ത്രീ. അപ്പോൾ അതവിടേക്ക് എഴുതുക. അടുത്ത രണ്ടാമത്തെ മുൻകൈയിൻ്റെ ഡാഷ് കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊടുക. മുൻകൈയിൻ്റെ വെള്ള ഭാഗം അത് അവിടേക്ക് എഴുതുക. അടുത്തത് ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാര്യം കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക. അവിടെ വിവേകം എന്ന് എഴുതുക. വിവേകം അണ്ടർലൈൻ ചെയ്ത് അവിടേക്ക് നോക്കി എഴുതുക. അടുത്തത് മലമൂത്ര ദ്വാരങ്ങളിലൂടെ ഡാഷ് വല്ലതും പുറപ്പെടുക. എന്താണ്? മനിയല്ലാത്ത അത് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. അടുത്തത് ഉളൂ മുറിയുന്ന കാര്യങ്ങൾ ഡാഷ് എണ്ണമാണ്. എത്ര എണ്ണമാണ്? 4 എണ്ണം. ഇപ്പോൾ ഇവിടെ 4 എന്നാണ്. അപ്പോൾ 4 എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? താഴെയുള്ള ദിക്ർ ഉസ്താദിനോട് ചോദിച്ച് പൂർത്തിയാക്കാനാണ്. എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്തത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അത് നിങ്ങളെ പാഠഭാഗത്തിൽ ഉണ്ട്. ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അതാണ് അവിടെ എഴുതേണ്ടത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്തത് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇതാണ് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഇനി അടുത്തത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്. അതായത് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അതെന്താണ്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അടുത്തത് നക്തുബ്, ഇത് പകർത്തി എഴുതാനാണ്. നഷ്ടപ്പെടുക അതുപോലെ എഴുതണം. പിന്നെ മലം, വിസർജനം, നഖം, ഇരിപ്പിടം അതൊക്കെ അതുപോലെ പകർത്തി എഴുതാം. ഇനി അടുത്തത് എന്താണ്? നജിദുൽ ഹുക്കുമ്, വിധി എഴുതാനാണ്. എന്താണ്? അന്യ പുരുഷൻ അന്യ സ്ത്രീയുടെ കാലിൻ്റെ നഖം തൊട്ടു ഉളൂ മുറിയുമോന്ന്. ഉളൂ മുറിയില്ല. നഖം തൊട്ടാൽ ഉളൂ മുറിയില്ല. അപ്പോൾ ഉളൂ മുറിയില്ല എന്ന് നമുക്ക് എഴുതാം. അടുത്ത അന്യ പുരുഷൻ 2 വയസ്സായ പെൺകുട്ടിയുടെ കൈ പിടിച്ചു. അപ്പോൾ അവിടെ അന്യ പുരുഷൻ 2 വയസ്സായ പെൺകുട്ടിയുടെയാണ്. അപ്പോൾ അത് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവിടെ ഉളൂ മുറിയില്ല. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരുക എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇവിടെ ചെറിയ കുട്ടിയാണ് അവിടെ, അതുകൊണ്ട് ഉളൂ മുറിയില്ല എന്ന് എഴുതാം. മനസ്സിലാക്കാം. ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ചു. ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ചാൽ ഉളൂ മുറിയും. അത് എഴുതുക. അടുത്തതാ കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് സ്വന്തം ഫർജ് സ്പർശിച്ചു. ഉളൂ മുറിയില്ല. പുറം ഭാഗമാണ്. പള്ളഭാഗം കൊണ്ട് സ്പർശിച്ചാലാണ് ഉളൂ മുറിയുക. അപ്പോൾ
പുറംഭാഗം കൊണ്ട് സ്പർശിച്ചാൽ ഉളൂ മുറിയില്ല. അപ്പോൾ ഉളൂ മുറിയില്ല എന്ന് എഴുതാം. അടുത്തതാ, മുൻദ്വാരത്തിലൂടെ ഒരു തുള്ളി രക്തം പുറത്തു വന്നു, ഉളൂ മുറിയും. മനീയല്ലാത്ത വല്ലതും വന്നാൽ ഉളൂ മുറിയും നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ രക്തമാണ് വന്നത്, അപ്പോൾ ഉളൂ മുറിയും എഴുതാം. പിൻദ്വാരത്തിലൂടെ വിര പുറത്തു വന്നു, അതും ഉളൂ മുറിയും. അടുത്തതാ, ഉമ്മ 2 വയസ്സായ കുട്ടിക്ക് ശൗചം ചെയ്തു കൊടുത്തു. അപ്പോൾ അവിടെ മുൻകൈയിൻ്റെ പള്ള കൊണ്ടാണ് ഗുഹ്യസ്ഥാനം തൊട്ടത്. ശൗചം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഹ്യസ്ഥാനം തൊടും. അപ്പോൾ അത് ഉളൂ മുറിയും എന്ന് എഴുതാം. അപ്പോൾ ഇത്രയാണ് 3ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.